സഹോദരിയുടെ ബാങ്കിൽ കിടക്കുന്ന പണം എടുക്കാനായിട്ട് അവകാശിയുടെ സർട്ടിഫിക്കറ്റ് വേണമെന്ന് പറഞ്ഞപ്പോൾ സഹോദരിയുടെ അസ്ഥികൂടവുമായിട്ട് ബാങ്കിൽ ചെന്നു സഹോദരൻ. സംഭവം നടന്നത് ഒഡീഷയിലാണ്. അവിടെ ഒരു ഗ്രാമത്തിലാണ്, ക്രിയോജ്ഞൻ ജില്ലയിലാണ് ഈ സംഭവം നടന്നത്. ഒഡീഷയിലെ യാതൊരു അക്ഷരവിദ്യാഭ്യാസവും ഇല്ലാത്ത ഒരു ഗ്രാമീണനായ ആദിവാസി SC/ST വിഭാഗത്തിലെ ആൾ, പഠിച്ചിട്ടില്ല. എന്നാൽ അയാളുടെ സഹോദരി മരിച്ചു. സഹോദരിക്ക് ബാങ്കിലെ ഗ്രാമീൺ ബാങ്കിൽ 19,300 രൂപ കിടപ്പുണ്ട്. 2026 ജനുവരിയിൽ സഹോദരി മരിച്ചുപോയി. സഹോദരി ഭർത്താവ് നേരത്തെ മരിച്ചു. ഒരു മകനുണ്ടായിരുന്നു, അവനും മരിച്ചു. ഏക സഹോദരൻ മാത്രം വിദ്യാഭ്യാസമില്ല. ഒഡീഷ ഗ്രാമീൺ ബാങ്കിലാണ് അക്കൗണ്ട്. കിയോഞ്ചർ ജില്ലയിലെ തന്നെ ബാങ്കിൽ ഇയാളെത്തി. അവിടെ മാലിപ്പോസി ശാഖയാണ് ഈ ഗ്രാമീൺ ബാങ്കിൻ്റെ. അവിടെ ചെന്നപ്പം വിദ്യാഭ്യാസമില്ലാത്ത ഇയാളെ കണ്ടപ്പം ആ 19,300 രൂപ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ഒന്നെങ്കിൽ പണം എടുക്കാൻ അത് ഇട്ടയാൾ തന്നെ വരണം, അല്ലെന്നുണ്ടെങ്കിൽ അവകാശികളാണെങ്കിൽ അതിനകത്ത് സക്സഷൻ സർട്ടിഫിക്കറ്റ്, ഡെത്ത് സർട്ടിഫിക്കറ്റ് ഇതൊക്കെ വേണം. ഇതൊന്നും ഇയാൾക്ക് മനസ്സിലായില്ല. വിദ്യാഭ്യാസം ഇല്ലാത്ത ആളാണ്. അത് കൽറാമുണ്ട എന്ന ഇയാൾ കൽറാമുണ്ട എന്ന സഹോദരിയുടെ ബ്രദർ ജിത്തു മുണ്ടയാണ് ബാങ്കിൽ ചെന്നത്. ജിത്തു മുണ്ടയെ കണ്ടോടി ബാങ്കുകാർ ഇത് പറഞ്ഞൊന്നും പുള്ളിക്ക് മനസ്സിലായില്ല. ആകെ തലയ്ക്കകത്ത് കയറിയത് സഹോദരി തന്നെ നേരിട്ട് വരണം. വീട്ടിൽ പോയി ഇരുന്ന് ആലോചിച്ചു. 3 കിലോമീറ്റർ അകലെയുള്ള ആ ഗ്രാമീണ സ്ഥലത്ത് പോയി ജിത്തു മുണ്ടയെ ആലോചിച്ച് നോക്കി. അവർ പറഞ്ഞ സർട്ടിഫിക്കറ്റ് ഒന്നും പുള്ളിക്ക് പിടികിട്ടുന്നില്ല. പക്ഷേ സഹോദരി ഉണ്ടല്ലോ വീടിൻ്റെ അടുത്ത്, അവരെ ശ്മശാനത്തിൽ അവരെ കുഴിച്ചിട്ടിട്ടുണ്ട്. സഹോദരി തന്നെ നേരിട്ട് വന്നാൽ പണം കൊടുക്കാം എന്ന് പറഞ്ഞത് മാത്രം മനസ്സിലായി. അതുകൊണ്ട് ആ ശ്മശാനത്തിൽ പോയി അത് മാന്തി സ്കെൽറ്റൻ എടുത്തു. ഒരു തുണിക്കകത്ത് പൊതിഞ്ഞ്, ഒരാൾ പൊക്കം നീളത്തിലുള്ള ആ സ്കെൽറ്റൻ തുണിയിൽ പൊതിഞ്ഞ് തോളിലെടുത്ത് അത് നേരെ അവിടെ ഒരു വടി കുത്തി വെച്ചു. അതിലെടുത്ത് കെട്ടിവെച്ചിട്ട് തോളിലെടുത്ത് നേരെ ബാങ്കിൽ ചെന്നു. ബാങ്കുകാർ അത്ഭുതപ്പെട്ടു. ആളുകൂടി, പോലീസ് വന്നു. ചോദിച്ചപ്പം നിരഞ്ജൻ എന്ന് പറയുമോ, നിരക്ഷരനായ ഈ ഗ്രാമീണവാസി തൻ്റെ സഹോദരിയുടെ പണം ലഭിക്കുന്നതിന് വേണ്ടി സഹോദരിയുടെ സ്കെൽട്ടൻ കൊണ്ടുപോയി ബോധ്യപ്പെടുത്തിയാൽ കിട്ടുമെന്നാണ് വിചാരിച്ചത്. ഇത് വലിയ വാർത്തയായി. ജിത്തു മുണ്ടയുടെ പോലീസ് പിടിച്ചു കൊണ്ടുപോയി. അതിനുശേഷം ഈ സ്കെൽറ്റൻ നേരത്തെ എവിടെയാണ് കുഴിച്ചിട്ടിരുന്നത് അവിടെ കൊണ്ടുപോയി അടക്കുകയും ചെയ്തു. പക്ഷേ ഇത് ഒഡീഷയിൽ വലിയ വാർത്തയായി. അവിടുത്തെ മുഖ്യമന്ത്രി അറിഞ്ഞു. ഇന്ത്യ മുഴുവൻ വലിയ വാർത്തയായി. അക്ഷരജ്ഞാനമില്ലാത്ത ഈ ഗ്രാമീണനെ സഹായിക്കാൻ എന്ത് ചെയ്യാൻ നോക്കും? അവിടുത്തെ മുഖ്യമന്ത്രി ഇടപെട്ടു. അവിടുത്തെ തദ്ദേശ വകുപ്പുകളെല്ലാം ഇടപെട്ടു. ഈ ആൾ മരിച്ചതിൻ്റെ സർട്ടിഫിക്കറ്റ് ഉടനെ ഉണ്ടായി. അദ്ദേഹത്തിന് ഉടൻ തന്നെ പണം കൊടുക്കണമെന്ന് തദ്ദേശ ഭരണ വകുപ്പുകാരനൊക്കെ ഡയറക്ഷൻ കൊടുത്തു മുഖ്യമന്ത്രി. ബാങ്കും ചടകുടഞ്ഞ് എഴുന്നേറ്റു. ഇത്ര ഭീകരമായ ഒരു ദൃശ്യം നാം ആരും ആലോചിച്ചിട്ടില്ല, കണ്ടിട്ടില്ല. നേരിട്ട് അവിടുത്തെ കിയോഞ്ചർ ജില്ലയിലെ ഈ ബാങ്കുകാരെല്ലാം കണ്ടു, നാട്ടുകാർ കണ്ടു, പോലീസ് കണ്ടു. ഏതായാലും പെട്ടെന്ന് തന്നെ പണം എത്തി കയ്യിൽ. 19,300 രൂപയ്ക്ക് പകരം 30,000 രൂപ ബാങ്ക് കൊടുത്തു. പലിശ ചേർത്തായിരിക്കണം. ഇനി ആ പാവപ്പെട്ട ആൾക്ക് സഹായം വല്ലതും ലഭിക്കുമായിരിക്കാം. എന്തായാലും മുഖ്യമന്ത്രി ഇടപെട്ട് കഴിഞ്ഞപ്പം തന്നെ
അവിടെ മരണ സർട്ടിഫിക്കറ്റൊക്കെ ബാങ്കിൽ നിന്ന് ഇദ്ദേഹത്തിൻ്റെ കയ്യിലെത്തി, സക്സഷൻ സർട്ടിഫിക്കറ്റ് എത്തി, 30,000 രൂപയും എത്തിയ ഒരു സംഭവം ഉണ്ടായി. ഇന്ത്യയിലെ നമുക്കറിയാം, കേരളത്തിലെ സാക്ഷരത നമുക്ക് 98-99% വർഷങ്ങളായിട്ട് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ നമ്മളും ഡൽഹിയൊക്കെയാണ് ടോപ്പിൽ നിൽക്കുന്നത്. പക്ഷേ ഇന്ത്യയുടെ ബീഹാറിലും ഒറീസയിലും മധ്യപ്രദേശിലെ സ്ഥലത്തും പല ഗ്രാമീണ സ്ഥലങ്ങളിൽ ഇന്നും നിരക്ഷരരായ ധാരാളം ഗ്രാമീണരുണ്ട്. അവർക്ക് പൊതു ഇടങ്ങളിൽ അവർക്ക് യാതൊരു സ്വാതന്ത്ര്യമില്ല. അവർ ആ ചുറ്റുവട്ടത്ത് മാത്രം കഴിയുന്ന ധാരാളം വ്യക്തികൾ നമുക്ക് നമ്മുടെ സഹോദരങ്ങളായിട്ടുണ്ട്. ഏകദേശം 10-75 വർഷം കഴിഞ്ഞിട്ട് ഇതൊന്നും മാറ്റിയെടുക്കാൻ പ്രാഥമിക വിദ്യാഭ്യാസം പോലും അവർക്കാർക്കും കൊടുക്കാൻ കഴിയുന്നില്ല. ഇന്ത്യയുടെ അവസ്ഥ അതാണ്. പക്ഷേ കേരളത്തിൽ നമുക്ക് വർഷങ്ങളായിട്ട് 100% അടുത്ത് സാക്ഷരതക്കാരാണ്. ഇന്ത്യയുടെ നമ്മുടെ ഒപ്പം ഈ സാക്ഷരതയും നമ്മുടെ ഇപ്പോഴത്തെ സാംസ്കാരിക നിലവാരത്തിലും ഒക്കെ എത്താൻ മറ്റുള്ള സ്റ്റേറ്റുകാർക്ക് അടുത്ത ഒരു 75 വർഷം കൂടെ വേണ്ടി വരും, അല്ലെങ്കിൽ 100 വർഷം കൂടെ വേണ്ടി വരും എന്നാണ് ഞാൻ കരുതുന്നത്. നമുക്ക് ഇത് പുതുമയായിട്ട് തോന്നുമെങ്കിലും ആ ഗ്രാമീണ ചിന്തയിൽ അവർക്ക് നമ്മുടെ വിദ്യാഭ്യാസം ലഭിക്കാത്തതുകൊണ്ട് മറ്റു രീതിയിലൊന്നും അവർക്ക് മാനസിക വളർച്ചയും ശരീര വളർച്ചയും ബുദ്ധി വളർച്ചയും ഒന്നുമില്ല. അത് അങ്ങനെയുള്ള ഒരാൾക്കാർ ബാങ്കുകാർ തീർച്ചയായിട്ടും അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് അവരും അവിടുത്തെ പൊതുക്കാര്യത്തിലുള്ള രാഷ്ട്രീയക്കാരെ അല്ലെ ആ വാർഡിലുള്ളവരെ ഉടൻ തന്നെ വിളിച്ചു വരുത്തി ഇയാൾക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാനും ഡെത്ത് സർട്ടിഫിക്കറ്റ് കൊണ്ടുവരാനും അത് മരണം റിപ്പോർട്ട് ചെയ്യാനും അങ്ങനെയുള്ള ആൾക്കാർക്ക് സഹായം എത്തിക്കാനുള്ള ഒരു മനസ്സ് ബാങ്കുകാർക്കും ഉണ്ടാകണം. അതൊരു ഉത്തമ ഇന്ത്യൻ പൗരൻ്റെ കടമയാണ്. അതൊന്നും ഇവിടെ നമ്മൾ കണ്ടില്ല. ബാങ്കൊക്കെ ഒരു ബിസിനസ് പോലെ ആ പാവപ്പെട്ടനെ തള്ളിവിടും. വിദ്യാഭ്യാസമുള്ള അഹങ്കാരികളായ ആൾക്കാരൊക്കെ വന്ന് ബാങ്കിൽ സമീപിച്ചാൽ ഈ രീതിയിൽ ഒരു സമീപനം സ്വീകരിച്ചോളൂ. പക്ഷേ യാതൊരു വിദ്യാഭ്യാസവും ഇല്ലാത്ത ഒരാൾ അദ്ദേഹത്തിൻ്റെ സഹോദരി മരിച്ച് ആ ബാങ്കിലിട്ട സമയം 19,300 രൂപ ലഭിക്കാനായിട്ട് എന്തൊരു പാടുപെട്ടു എന്ന് നമ്മൾ ആലോചിക്കണം. അതൊക്കെ ആ ബാങ്ക് ജീവനക്കാർ തന്നെ ഇത് ഇല്ലിട്രേറ്റ് ആണെന്ന് അറിഞ്ഞാൽ അതിന് വേണ്ടത് എങ്ങനെയാണെന്നും അവിടുത്തെ പൊതുകാര്യ പ്രസക്തരെ വിളിച്ചു വരുത്തി ഇദ്ദേഹത്തിന് വേണ്ട സൗകര്യം ചെയ്തു കൊടുക്കാനുള്ള ഒരു മനസ്സുണ്ടാകണം ഇവർക്കൊക്കെ. IQ ലെവല് മാത്രമല്ല EQ ലെവലും കൂടെ ബാങ്ക് ജീവനക്കാരെ മാറണം. അതുപോലെ സർക്കാർ ജീവനക്കാരെ എല്ലാം മാറണം. EQ ലെവലാണ് നമുക്ക് ആവശ്യം. IQ ലെവലും ഒപ്പം EQ ലെവലിലൂടെ ഉണ്ടായെങ്കിൽ മാത്രമേ ഇങ്ങനെയുള്ള വരുന്ന ആൾക്കാരോട് അല്പം കാരുണ്യം ദയയൊക്കെ നമുക്ക് തോന്നുകയുള്ളൂ.